ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഉറപ്പായിട്ടും കേരളത്തിൽ അസംബ്ലി ഇലക്ഷൻ വരികയാണ്. ഏകദേശം ഒരു 1000% ഉറപ്പിച്ച് പറയാം, CPM നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ നിന്നും മാറും. ഉറപ്പായിട്ടും പല CPM ലീഡേഴ്സും പറയുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും CPM മുന്നണി ഇറങ്ങുന്നത്. പക്ഷെ അത് CPM ജയിക്കുകയാണെങ്കിൽ പിണറായി നയിക്കുന്ന ഒരു മന്ത്രിസഭയല്ല ഉണ്ടാവുന്നത്, മറ്റാരെങ്കിലും ഉണ്ടാകും. പക്ഷെ പിണറായി വിജയനെ മുന്നിൽ നിർത്തി തന്നെയായിരിക്കും CPM മുന്നണി. അതായത് അതിൻ്റെ അകത്ത് പല റിലീജിയസ് കാസ്റ്റ് പോളറൈസേഷൻ മാറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അത് തന്നെ വരും. പക്ഷേ പിണറായി വിജയനായിരിക്കുകയില്ല മുഖ്യമന്ത്രി. ഈ രണ്ടാമത്തെ ടോപ്പിക് ഉറപ്പായിട്ടും പറയാം. അതായത് അർത്ഥശങ്കയില്ലാത്ത പറയാം, ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും CPM നയിക്കുന്ന മുന്നണി അധികാരത്തിൽ വരത്തില്ല. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലും വരത്തില്ല, ഉറപ്പാണത്. പിന്നീട് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത, അതായത് 90 മുതൽ 95% വരെ അർത്ഥശങ്കയില്ലാതെ പറയാം, കോൺഗ്രസ് നയിക്കുന്ന UDF ആയിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. തുറന്നത് കൃത്യമായിട്ടൊക്കെ പറയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് മാത്രമൊന്നുമല്ല, മറ്റ് പല ഘടകങ്ങളുമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ നോക്കുക, കേരളത്തിലെ പ്രബലമായ സാമുദായിക ഫോറംസ്, അതായത് സംഘടനകൾ, ഇപ്പോൾ NSS ആണെങ്കിലും SNDP ആണെങ്കിലും അവരിപ്പം മുറവിളി കൂട്ടുന്നൊരു സംഭവമുണ്ട്. അവർക്കറിയാം കോൺഗ്രസ് ആയിരിക്കും അധികാരത്തിൽ വരുന്നത്, പ്രധാനപ്പെട്ട മുന്നണിയായിട്ട് അധികാരത്തിൽ വരുന്നത്. അവിടെ ഒരു കാരണവശാലും അവർക്ക് താല്പര്യമില്ല. അതായത് NSSനും താല്പര്യമില്ല, SNDPക്കും താല്പര്യമില്ല KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരണം. അതിനുവേണ്ടി അവർ നടത്തുന്ന ചില കോലങ്ങളും ഗിമിക്സും പരിപാടികളും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് NSSൻ്റെ ജനറൽ സെക്രട്ടറി രൂപാരൻ നായർ പ്രത്യേകിച്ച് BD സതീശനെതിരെ അറ്റാക്ക് നടത്തുന്നു. അതേപോലെ തന്നെ ഇപ്പുറത്ത് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ BD സതീശനെതിരെ ഡെലിബറേറ്റായിട്ട് രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ച് അവർക്കൊരു കാരണവശാലും BD സതീശൻ്റെ പേരാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അവരൊന്നും തന്നെ KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നില്ല. ഇത് ഡയറക്റ്റ് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന KC വേണുഗോപാലിനെ തന്നെയാണ്. അതായത് ഈ രണ്ടു കൂട്ടർക്കും താല്പര്യം, അതായത് രമേശ് ചെന്നിത്തല അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം. കാരണം രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും ഇവരുമായിട്ട് നല്ല ലോബിയിങ്ങും പരിപാടികളും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചില ഇഡിയോമാറ്റിക് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ യൂട്യൂബേഴ്സ്. അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് ലോബിയിങ് നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ രമേശിനെ കൊണ്ടുവരണം. ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയും എങ്ങനെയാണ് ആ പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യയിലാണെങ്കിലും പല സ്റ്റേറ്റുകളിലും, അതായത് ഈ സ്റ്റേറ്റിൻ്റെ അവിടുത്തെ PCC ഉണ്ട്, DCC ഉണ്ട്, പല ഒബ്സർവേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് പറയാം, ഒരു കുടുംബമാണ് അതിൻ്റെ തീരുമാനമെടുക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ബാക്കിയുള്ളവരെ അവിടെയൊക്കെ പേരിന് വെച്ചേക്കുകയാണ്. ഈ കുടുംബവുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളയാൾ നേതാവ്, അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, ഇപ്പം മല്ലികാർജുന ഖർഗെ എന്ന് പറയുന്നത് AICC പ്രസിഡൻ്റാണ്. പേരിനവിടെ വെച്ചേക്കുന്നതിനുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന KC വേണുഗോപാലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്തയാൾ. അതായത് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിൽ എവിടെ നോക്കുവാണെങ്കിലും അയാൾ തന്നെയാണ്. ഈ KC വേണുഗോപാൽ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ അവർക്ക് മറ്റൊരു നേതാക്കളുമായിട്ട് വിശ്വാസം. ഒന്നാമത് പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത്, കോൺഗ്രസ് പാർട്ടിയുടെ സാമ്പത്തികമായ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും നാളും ഭരണത്തിലൊന്നുമില്ല. ചില ചെറിയ ചെറിയ സ്റ്റേറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണമുള്ളൂ.
അപ്പോൾ സാമ്പത്തികമായിട്ട് കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് ഉറപ്പായിട്ടും ഫണ്ടിങ് എന്ന് പറഞ്ഞ സംഭവമാണ്. അത് മുഴുവനും ചുക്കാൻ പിടിക്കുന്ന കെ.സി. വേണുഗോപാലാണ്. ഈ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആ പോസ്റ്റ് എന്ന് പറയുന്ന ചെറിയ പോസ്റ്റല്ല. അതായത് മല്ലികാർജുന ഖർഗെയെക്കാളും പവർഫുൾ പോസ്റ്റാണ് കെ.സി. വേണുഗോപാലിൻ്റെ. അത് നിങ്ങൾ ആലോചിക്കണം, എത്ര വർഷം കൊണ്ടാണ് ഈ പോസ്റ്റ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. ഇതേപോലെ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പലരും ഉണ്ടായിരുന്നു. അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു, അതുപോലെ പല ലീഡേഴ്സും ഉണ്ടായിരുന്നു. അതായത് അവരുടെ ഒരു കിച്ചൺ ക്യാബിനറ്റിനകത്ത്, അതായത് ഈ സോണിയാഗാന്ധിയുടെ ആ പറയുന്ന ആ ഫാമിലിയുടെ കിച്ചൺ ക്യാബിനറ്റിനകത്ത് കാര്യങ്ങൾ അവസാനം തീരുമാനിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ കെ.സി. വേണുഗോപാൽ എന്താണ് തീരുമാനിക്കുന്നത് അത് നടപ്പിലാക്കും 100%. കാരണം കാൻഡിഡേറ്റിൻ്റെ ഫിക്സേഷൻ ആണെങ്കിലും മറ്റെന്ത് പരിപാടികളും. അപ്പോൾ കെ.സി. വേണുഗോപാലിനെ പോലൊരാൾ കേരളത്തിൽ നിന്നും, അതായത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, MP-യും പഴയ മന്ത്രിയും എല്ലാം ഉൾപ്പെടുന്ന ഒരാൾ, സീനിയർ പൊളിറ്റീഷ്യനാണ്, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ഒക്കെ മുഖ്യമന്ത്രി? ഒരു കാരണവശാലും ആവത്തില്ല. അതുപോലെ കെ.സി. വേണുഗോപാലിന് ഇനിയും ഫർദർ കോൺഗ്രസിനകത്തൊരു അഴിച്ചുപണി ഉണ്ടാകാൻ പോവുകയാണ്. അതിനകത്ത് അയാൾക്ക് ഈ പറയുന്ന സംഘടനാ സെക്രട്ടറി സ്ഥാനത്തിന് തുടരാനും പറ്റത്തില്ല. കാരണം പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം മറ്റ് പല സംസ്ഥാനങ്ങളിലും നടന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ രീതിയിലാണ് തോറ്റത്. അതായത് ബീഹാർ എടുക്കുക, അത് കഴിഞ്ഞ് മുംബൈ, അതായത് മുംബൈ നടന്ന ഈ മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ. കാരണം കെ.സിയുടെ ടാക്ടിക്സ് ഒന്നും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. കോൺഗ്രസിൻ്റെ സീനിയർ ലീഡേഴ്സിന് അത് സംബന്ധിച്ച് ശരിക്കും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം ഫർദറായിട്ട് കെ.സി. വേണുഗോപാലിന് AICCയുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നീട് അയാളെ അക്കോമഡേറ്റ് ചെയ്യണം. ഇതാണ് കാരണം. മറ്റൊരു കാരണം കൂടെ പറയാം. എന്തുകൊണ്ടാണ് DK ശിവകുമാർ, അതായത് ഈ സിദ്ധരാമയ്യയും DK ശിവകുമാറുമായിട്ടുള്ള ആ പ്രശ്നത്തിനകത്ത് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് കെ.സി. വേണുഗോപാൽ? ഉറപ്പായിട്ടും DK ശിവകുമാറിൻ്റെ പരിശ്രമ ഫലമായിട്ട് തന്നെയാണ് കർണാടകയിൽ അധികാരത്തിൽ വരുന്നത്. എന്തുകൊണ്ടാണ് DK ശിവകുമാറിനെ 2.5 വർഷം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് DKയുടെ ഫാക്ഷൻ്റെ അകത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ നടക്കാത്തത്? ഒറ്റ കാര്യമുള്ളൂ, കെ.സി. വേണുഗോപാലുമായിട്ട് DK ശിവകുമാറിൻ്റെ അവർ തമ്മിലുള്ള ബന്ധം ശരിയല്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് DK ശിവകുമാർ ഒരു വാചകം ഉപയോഗിച്ചത്, മലയാളികളുമായിട്ട് വലിയ ബന്ധം ഞങ്ങൾക്ക് വേണ്ട. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് കെ.സി. വേണുഗോപാലിനെ തന്നെയാണ്. കാരണം കർണാടക കോൺഗ്രസ് പാർട്ടിക്കകത്ത് കെ.സി. വേണുഗോപാലിന് സ്വാധീനമുണ്ട്. ഉറപ്പായിട്ട് AICC ജനറൽ സെക്രട്ടറി, സംഘടനാ സെക്രട്ടറി എന്ന നിലയിൽ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാം, ഈ രാജസ്ഥാൻ എടുക്കുക, സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും അവസാനം അവരുടെ ആദ്യത്തെ അവിടെ ഇലക്ഷൻ എങ്ങനെയാണ് ജയിക്കുന്നത്? ഞാൻ ഇപ്രാവശ്യത്തെ അല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭ ഇലക്ഷൻ എങ്ങനെയാണ് ജയിക്കുന്നത്? ഉറപ്പായിട്ടും സച്ചിൻ പൈലറ്റിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിയമസഭാ ഇലക്ഷനിൽ വരുന്നത്. പക്ഷെ പിന്നീട് അശോക് ഗെഹ്ലോട്ട് അതിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് പോയി. ഇതാണ് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആ ഫാമിലിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരും അവരുടെ വിശ്വസ്തന്മാരെ മാത്രമേ അവർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആക്കുകയുള്ളൂ. അത് രമേശുമായിട്ടും ഈ മറ്റുള്ള കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുമായിട്ടൊന്നും ഈ ഫാമിലിക്ക് പഴയ പോലെയുള്ള ബന്ധമൊന്നുമില്ല. കെ.സി. വേണുഗോപാലാണ് അവരുടെ നമ്പർ 1. അതിനുശേഷം മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പറ്റി പറയാം. നിങ്ങൾക്കറിയാം, സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റാണ്. പക്ഷെ സണ്ണി എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് കെ.സി. വേണുഗോപാൽ അറിയാതെ തീരുമാനമെടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതാണ് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡിൻ്റെ പവർ. നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിലുള്ള മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ MP-മാർ ഇതിൽ മഹാഭൂരിപക്ഷവും കെ.സി. വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. പഴയ കേരളത്തിലെ പോലെ AI ഗ്രൂപ്പുകൾ ഇല്ലാതായി. ഇപ്പോൾ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, കെ.സി. ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എത്ര പേരായിരിക്കും ഈ പറയുന്ന മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിൽ, അതായത് മെമ്പർ ഓഫ് പാർലമെൻറ്റിൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവർ? ഞാൻ കൃത്യമായിട്ട് പറയാം, ഒരാൾ പോലും രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നില്ല, ഒരാൾ പോലും. ഇനി കേരളത്തിലെ കോൺഗ്രസ് MLA-മാരിൽ എത്ര പേര്, അതായത് ഇപ്പോൾ കറണ്ടായിട്ട് അത് ഇപ്പോഴത്തെ രീതിയിൽ എത്ര പേര് രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരുണ്ട്? 2 പേരേ ഉള്ളൂ. ഒന്ന് ആലുവയിലുള്ള MLA അൻവർ സാദത്ത്, പിന്നെ എറണാകുളത്തെ MLA വിനോദ്. അതിനകത്ത് വിനോദ് ചാടി നിൽക്കുക, അൻവർ സാദത്ത് കൂടെ നിൽക്കുകയാണ്. അൻവർ സാദത്തിന് സീറ്റ് കിട്ടത്തില്ല അടുത്ത പ്രാവശ്യം. എൻ്റെ കാര്യം എന്താണ്? കാരണം 3 ടേം കഴിഞ്ഞു, 4ാമത്തെ ടേമിലോട്ട് പോകാൻ പോവുകയാണ്. അതായത് എറണാകുളം DCC പ്രസിഡന്റ് എവിടുത്തുകാരനാണ്. പുതിയ DCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ആലുവ സ്വദേശിയാണ്. അപ്പം അയാൾക്ക് ആ സീറ്റ് മാറ്റി കൊടുക്കണം. കാരണം അയാൾക്ക് മത്സരിച്ച് ജയിക്കാൻ സീറ്റ് വേണം. ഏത് സീറ്റ് കൊടുക്കാൻ പറ്റും? കളമശ്ശേരി കൊടുക്കാൻ പറ്റും, ലീഗിൻ്റെ സീറ്റ്. പിന്നെ എവിടെ നിന്ന് ജയിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇപ്രാവശ്യം അൻവർ സാദത്ത് സീറ്റ് മാറിക്കൊടുക്കണം. ഇത്ര ടേമായി, 2 ടേം കഴിഞ്ഞ് വിനോദം ചിലപ്പോൾ സീറ്റ് മാറിക്കൊടുക്കണം. അതായത് കേരളത്തിലെ MLA-മാർ, കോൺഗ്രസിൻ്റെ MLA-മാർ ആരൊക്കെയാണ്, ആരൊക്കെ മത്സരിക്കുമെന്ന് ഫൈനൽ തീരുമാനം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ഫൈനൽ ലിസ്റ്റ് അപ്രൂവ് ചെയ്ത് വരുന്ന ACC-ന്ന്. ആരാ അപ്രൂവ് ചെയ്യുന്നത്? KC വേണുഗോപാൽ ഇലക്ഷൻ മത്സരിക്കത്തില്ല, ഉറപ്പായിട്ടും മത്സരിക്കത്തില്ല. പകരം എല്ലാം മോണിറ്റർ ചെയ്യുന്ന ഫണ്ട് വേണം. അപ്പം അതിൻ്റെ ഫണ്ടും എല്ലാം അറേഞ്ച് ചെയ്ത് അവരുടെ ആൾക്കാരെ നിർത്തി പ്രോപ്പറായിട്ട് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിൻ്റെ കംപ്ലീറ്റ് ചുമതല KC-ക്കായിരിക്കും. ബാക്കിയുള്ളവരുടെ പേര് അവിടെ ഇവിടെയൊക്കെ വരുന്നതേ ഉള്ളൂ. എന്നിട്ട് വന്ന ശേഷം ഉറപ്പായിട്ടും ഹൈക്കമാൻഡ് അതിൻ്റെ അകത്ത് ഇടപെടും, പ്രശ്നങ്ങൾ ഇതുണ്ടാകും. രമേശ് എവിടെയും കാണത്തില്ല. ഇലക്ഷൻ റിസൾട്ട് വന്ന് UDF അധികാരത്തിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ 100% പറഞ്ഞു തരാം. പിന്നെ പിക്ചറിലേ കാണത്തില്ല. കാരണം രമേശിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ആരുമില്ല. ലീഗ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ്. ഉറപ്പായിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ്, കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ലീഗായിരിക്കും. ലീഗ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒറ്റ സംഭവമേ ഉള്ളൂ. എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നു, പ്രിയങ്ക ഗാന്ധി പറയുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം അവർ പറയുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 5 മന്ത്രിമാർ ഡിമാൻഡൊക്കെ ഇപ്രാവശ്യം മാറ്റിയെടുക്കും. ഈ പറയുന്ന അവർ ചിലപ്പോൾ അവർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ പോസ്റ്റ് പറഞ്ഞേക്കും. ആ പോസ്റ്റ് കൊടുക്കുമായിരിക്കും. കാരണം ഇത്ര മാത്രം, കാരണം ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും ഡെപ്യൂട്ടി CM. പക്ഷേ അവർ തന്നെ പിന്താങ്ങും. KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. ഇതാണ് ഉണ്ടാകുന്നത്. കാരണം കോൺഗ്രസിൻ്റെ ടിക്കറ്റുകൾ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കും. കോൺഗ്രസിൻ്റെ MPമാർ, അതായത് പാർലമെൻ്ററി MPമാർ, അവരും പറയും KC വേണുഗോപാലിൻ്റെ പേര്. പിന്നെ അവിടെ രമേശിൻ്റെ പേര് വരുന്നേ. അതായത് രമേശ് രണ്ടും കൽപ്പിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ വെള്ളാപ്പള്ളിയെ കൊണ്ടും സുകുമാരൻ നായരെ കൊണ്ടും അയാളുടെ പേരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡയറക്റ്റായിട്ട് VD സതീശനെ അറ്റാക്ക് ചെയ്യുക. സതീശനൊക്കെ നല്ലൊരു പോർട്ട്ഫോളിയോ കിട്ടി, അത് ഫിനാൻസ് മിനിസ്റ്റർ കിട്ടി വരുന്ന ഒരാൾ മാത്രമേ ആയിരിക്കത്തുള്ളൂ. അല്ല, സതീശനൊന്നൊരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിരിക്കത്തില്ല 2026. കാരണം സതീശന് അതിനുള്ള പ്രാപ്തിയൊന്നുമായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഞാനൊരു കാര്യം പറയാം, എപ്പോഴും പവർ സെൻറ്റേഡാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ സുധാകരൻ വലിയ നേതാവായിട്ട് വന്നു, KPCC പ്രസിഡൻ്റായി, MLA, പഴയ കേരളത്തിൻ്റെ മന്ത്രിയാണ്. അദ്ദേഹം ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. എന്തുകൊണ്ടാണ് എവിടെ പോയി സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി? അയാൾ ശാരീരികമായ അയാൾ മൂലയ്ക്കായി. അതായത് ആരും തന്നെ ഇല്ല KCയെ എതിർക്കാൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കോൺഗ്രസ് പാർട്ടിക്കകത്ത് നേരത്തെ AI എന്ന് പറഞ്ഞ 2 സംഭവങ്ങളുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഇവിടെ പോയി. ഇപ്പം A ഗ്രൂപ്പിൻ്റെ നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ചാണ്ടി മുൻ സപ്പോർട്ട് ചെയ്യുന്ന KCയെ. അതായത് I ഗ്രൂപ്പിനകത്ത് രമേശ് ചെന്നിത്തലയായിരുന്നു ഒരു സമയത്ത് I ഗ്രൂപ്പിൻ്റെ ലീഡർ. രമേശ് ചെന്നിത്തല കൂടെ നിൽക്കുന്ന എത്ര നേതാക്കന്മാർ, എത്ര DCC പ്രസിഡന്റുമാർ. ആലപ്പുഴ DCC പ്രസിഡന്റ് ഒഴികെ കേരളത്തിലെ ഒറ്റ DCC പ്രസിഡന്റുമാരും രമേശ് ചെന്നിത്തല സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. കാരണം ഞാനിത് ഇൻഡെപ്തായിട്ടാണ് പറയുന്നത്.
കാരണം എനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വരവും പോക്കും അവരെന്തൊക്കെയാണ് ചെയ്യുന്നതിനെ പറ്റിയും അകത്തും പുറത്തുമൊക്കെ അറിവുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സുകുമാരൻ നായരെ കൊണ്ടും വെള്ളാപ്പള്ളിയെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നത് രമേശ് ചെന്നിത്തല ഡെസ്പറേഷനാണ്. അയാൾ ഭയങ്കരമായിട്ട് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് കിടക്കും. രമേശിന് ഭയങ്കര കുറവുകളുള്ള നേതാവാണ്. അയാൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നേതാക്കന്മാർക്ക് ഈ രമേശ് ചെന്നിത്തലയെ ഒരു പൂർണ്ണ വിശ്വാസമില്ല. അതായത് വിശ്വസ്തത എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് അതിൻ്റെ ലീഡേഴ്സും പ്രവർത്തകരുമായിട്ടുള്ളൊരു ബന്ധമാണ്. അതാണ് ഏറ്റവും വലിയ ട്രസ്റ്റ് എന്ന് പറയുന്നത്. രമേശിൻ്റെ പ്രശ്നം എന്തോ ആ ഒരു ട്രസ്റ്റ്, രമേശിനെ ഡിപ്പെൻഡബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. കാരണം രമേശിനെ ആരൊക്കെ ഡിപ്പെൻഡായിട്ട് നിന്നിട്ടുണ്ട് അവർക്കൊന്നും താഴേക്കിടയാണെങ്കിലും മേലേക്കിടയാണെങ്കിലും ഇവർക്കൊന്നും കാര്യമായ രീതിയിൽ രമേശിൻ്റെ കയ്യിൽ നിന്നും സഹായം കിട്ടിയിട്ടില്ല. ഞാനീ പറയുന്ന പഴയ കാര്യമല്ല, കഴിഞ്ഞ 10 വർഷം കൊണ്ട് രമേശ് ചെന്നിത്തല സംഘടനയ്ക്കകത്ത് വിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അങ്ങ് കുറഞ്ഞു. കാരണം രമേശ് എല്ലാവർക്കും ഈ വാഗ്ദാനം കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലാക്കേണ്ടത്, ഒരു 15 വർഷം 20 വർഷം മുമ്പുള്ള ഒരു പൊളിറ്റിക്സ് അല്ല ഇന്ന് ഇന്ത്യയിലുള്ള പൊളിറ്റിക്സ്. ഉറപ്പായിട്ടും ആ പഴയ പൊളിറ്റിക്സ് മുഴുവനും മാറി. പുതിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സംഘടനകൾ, അതായത് മതസംഘടനകൾ, NSSൻ്റെയും അതേപോലെ തന്നെ വെള്ളാപ്പള്ളി, അതായത് SNDP, ഇവർ രണ്ടുപേരും പറഞ്ഞാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, ഈ 2 പേര് പറഞ്ഞാലും കേരളത്തിൻ്റെ പൊളിറ്റിക്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ ഒരു കണക്കെടുക്കാം. കേരളത്തിലെ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ എപ്പോഴും കണ്ടോണം 3000, 4000, 5000 ഈ വോട്ടിൻ്റെ മാർജിനിലാണ് ഓരോ കാൻഡിഡേറ്റും ജയിക്കുന്നത്. പണ്ട് ഇതിനകത്ത് വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ വേണ്ടി NSSന് കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് നായർ കമ്മ്യൂണിറ്റിയുമായിട്ട് NSSൻ്റെ വോട്ടുകളിൽ. ഇതേപോലെ തന്നെ നേരത്തെ SNDPക്കും സ്വാധിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് NSSന് അതിനകത്ത് പുറകോട്ട് പോകാനുണ്ടായ റീസണുണ്ട്. അതായത് നായർ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു ശതമാനം വോട്ടുകളും അവർ BJP ആയി. അതിനകത്ത് സുകുമാരൻ നായർ തലകുത്തി പറഞ്ഞാലും അവർ BJPക്ക് വോട്ട് ചെയ്യത്തുള്ളൂ. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 10-15 വർഷം കൊണ്ട്. കാരണം അത് സ്റ്റാമ്പായിട്ട് BJP അനുകൂല വോട്ടുകളായിട്ട് മഹാഭൂരിപക്ഷം നായർ വോട്ടുകളും മാറി. പിന്നെ മറ്റൊരു വിഭാഗം നായർ കമ്മ്യൂണിറ്റിയിലുള്ള വോട്ടുകൾ അവർ ഇന്ത്യ വിട്ടുപോയി. ഇതാണ് എൻ്റെ കാര്യം. ഇന്ത്യ വിട്ടുപോയി, കേരളം വിട്ടുപോയി. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് SNDP ആണ്. SNDPക്കകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈഴവ കമ്മ്യൂണിറ്റി ബേസിക്കലി CPMൻ്റെ വോട്ട് ബാങ്കാണ്. അത് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടൊന്നുമല്ല അവർ CPMന് വോട്ട് ചെയ്യുന്നത്. അത് കേരളത്തിൽ പൊളിറ്റിക്സിലുണ്ടായ മാറ്റത്തെക്കാളുപരി ബാക്ക്വേർഡ്, അതായത് OBC കമ്മ്യൂണിറ്റിയായ ഈഴവ കമ്മ്യൂണിറ്റിക്ക് CPM ആയിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം കേരളത്തിലെ റവല്യൂഷണറി ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. എക്കണോമിക്കലി, എഡ്യൂക്കേഷൻ, ഈ ഒരു സംഭവം. കാരണം അവർക്ക് ഫാമിലിയിൽ, അതായത് കമ്മ്യൂണിറ്റിയിൽ ഒരു സ്റ്റാറ്റസ് മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ വോയിസിന് എൻഡോസ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുകൾക്ക് കഴിഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട ഘടകം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അപ്പുറത്ത് നോക്കുമ്പോൾ കേരളത്തിലെ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് പുലയ, അങ്ങനെയുള്ള SC, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾ ട്രൈബിൻ്റെ അല്ല, കാസ്റ്റ് കമ്മ്യൂണിറ്റി അവർക്കും ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു നേതൃത്വം കൊണ്ടുവരാനും അവരെ എൻഡോസ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി CPMൻ്റെ അവർ കൊണ്ടുവന്ന അജണ്ടകളുടെ ഭാഗമായിട്ട് അവരുടെ ലീഡേഴ്സ് വരുന്നു. അവർക്കൊരു സമൂഹത്തിൽ മാന്യത കിട്ടുന്നു, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നു, പല സ്കീമുകൾ കൊണ്ടുവരുന്നു. അതിൻ്റെ പേരിലാണ് അവർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരും ഈ വോട്ടുകൾ അവരുടെ വോട്ട് ബാങ്കായിട്ട് മാറുന്നത്. അതിനകത്ത് SNDPക്ക് കാര്യമായി വെള്ളാപ്പള്ളി നടേശന് ഒരു കുന്തം ചെയ്യാൻ പറ്റിയിട്ടില്ല.
ഈ വലിയ ബഹുഭൂരിപക്ഷം ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവർ പോലും വെള്ളാപ്പള്ളി നടേശനെ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ നോക്കുകയാണെങ്കിൽ പല ഈഴവ കമ്മ്യൂണിറ്റിക്ക് അതായത് അവർക്ക് ഡോമിനേറ്റ് ആയിട്ട് പലയിടത്തും BJPക്ക് വോട്ട് കൂടുതൽ കിട്ടി. അതായത് കമ്മ്യൂണിസത്തിൽ നിന്ന് മാറി റൈറ്റ് വിങ്ങിലോട്ടും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ബേസിക്കലി. അത് തള്ളിക്കളയേണ്ട സാഹചര്യമൊന്നുമല്ല. കാരണം നമ്മളിപ്പോൾ ആലപ്പുഴ നോക്കുകയാണെങ്കിലും പല മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിലും ഈഴവ കമ്മ്യൂണിറ്റിയിൽ എത്ര ശതമാനം വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി BJPക്ക് കഴിയുന്നില്ല. കാരണം BJPക്കകത്തുള്ള ഒരു അപ്പർ കാസ്റ്റ് മേൽക്കോയ്മയുണ്ട്. അവർ പല ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ BJPക്കകത്തുള്ളവർ പലയിടത്തിൽ ലീഡേഴ്സിനെ വെച്ചിട്ടുണ്ട്, അവർക്ക് പവറൊന്നുമില്ല, പക്ഷെ നിയന്ത്രിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പർ കാസ്റ്റിലെ ചില ആൾക്കാരാണ്. അവർക്കനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതൊരു ഘടകമാണ്. അപ്പം അവർ തിരിച്ച് വീണ്ടും ചിലപ്പം CPMലോട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിനോ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കണ്ട സംഭവമുണ്ട്. ഏകദേശം എല്ലാ ആൾക്കാരുടെ കാൽക്കുലേഷൻ ഉണ്ട്. ഒരു 5 മുതൽ 6-7% ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് അനുകൂലമായിട്ട് പോയിട്ടുണ്ട്. കറക്റ്റാണ്. പക്ഷെ എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് താരതമ്യം ചെയ്യുവാണെങ്കിൽ കാത്തലിക് സഭയുടെ, അതായത് അതുമായി ബന്ധപ്പെട്ടവരുടെ വോട്ടുകളാണ് ഈ പറയുന്ന BJPക്ക് അനുകൂലമായിട്ട്, അതായത് കാത്തലിക്സ് കൂടുതലുള്ളിടത്ത് പലയിടത്തും BJP കാൻഡിഡേറ്റ്സിന് അനുകൂലമായിട്ട് വോട്ടുകൾ പോയിട്ടുണ്ട്. പക്ഷേ നോൺ കാത്തലിക്സ് ഉണ്ട്. നോൺ കാത്തലിക്സ് എന്ന് പറഞ്ഞാൽ കാത്തലിക്സിനേക്കാളും കൂടുതലുള്ള കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൽ ക്രൈസ്തവരുടെ എണ്ണം. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു പെന്തിക്കോസിൻ്റെ ഒരാൾ പറയുന്നത് കേട്ടു, പെന്തക്കോസുകാർക്ക് ഏകദേശം ഈ ന്യൂ ജനറേഷൻ ചർച്ചും എല്ലാം ഉൾപ്പെടെ അവർക്ക് ഏകദേശം 25 ലക്ഷം വോട്ടുകളുണ്ട്. ഈ 25 lakhs വോട്ട് അവർ പറയുന്നെങ്കിൽ അത് കട്ട് ഡൗൺ ചെയ്തിട്ട് 5 lakhs വോട്ട്, ഈ 20 lakhs വോട്ടങ്ങ് ഇവർ കൺസോളിഡേറ്റ് ചെയ്തിട്ട് അവരങ്ങ് തീരുമാനിക്കും ആരെ ജയിപ്പിക്കണം, അവരങ്ങ് ജയിക്കും. അതായത് ഒരു പുതിയൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, അതിൽ ആര് ജയിക്കണം തോൽക്കണം എന്നുള്ള തീരുമാനത്തിലോട്ട് അവരങ്ങ് വരികയാണ്. അപ്പം അതിനകത്ത് ഈ പറയുന്ന ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി അത് സ്പ്ലിറ്റായി പല ഭാഗത്ത് പല പോക്കറ്റുകളിലേ ഉള്ളൂ. ഇപ്പോൾ ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി, യാക്കോബായ കമ്മ്യൂണിറ്റി, അവർ രണ്ട് പ്രത്യേക ബ്ലോക്കുകളും ഗ്രൂപ്പുകളും ആയിട്ടങ്ങ് പോയി. മാർത്തോമ കമ്മ്യൂണിറ്റി ചില പോക്കറ്റുകളിൽ മാത്രമേ ഉള്ളൂ വോട്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശ ധാരണ അനുസരിച്ച്. അതിനകത്ത് ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പം ഈ കമ്മ്യൂണിറ്റികളുമായിട്ടൊക്കെ, അതായത് ഈ ലീഡേഴ്സുമായിട്ടൊക്കെ രമേശിന് ബന്ധമുണ്ട്. അതേ ബന്ധം തന്നെ, അതായത് കാത്തലിക്സുമായിട്ടാണെങ്കിലും മറ്റുള്ള നോൺ കാത്തലിക്സുമായിട്ടും ഈ പറയുന്ന KC വേണുഗോപാലും ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സഭാ അരമനകളിൽ തിണ്ണകിറങ്ങാൻ പോകുക, ആ പരിപാടികളൊക്കെ ഒരു ഭാഗത്ത് വളരെ കാര്യമായിട്ട് രഹസ്യമായിട്ട് പലതും നടക്കുന്നുണ്ട്. ഇത് വലിയ സത്യം തന്നെയാണ്. കാരണം അവസാന നിമിഷം ഞാൻ ഈ പറയുന്ന നേരത്തെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞു, ഏകദേശം 3000, 4000, 2500, 5000 ആ ഒരു റേഞ്ചിനാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും, അതായത് ആ ഒരു ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ചില കമ്മ്യൂണിറ്റികൾ അങ്ങ് തീരുമാനിക്കുക, ചില കാൻഡിഡേറ്റ്സിനെ അങ്ങ് തോൽപ്പിക്കണമെന്ന് വെച്ചാൽ തോൽപ്പിച്ച് കളയും. പക്ഷെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല, തോൽപ്പിക്കാൻ സാധിക്കും. അത് രണ്ട്, നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കും, പക്ഷെ ജയിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വേർഡ് കോയിൻ ചെയ്യുന്നത്. അതായത് ഞാൻ കൃത്യമായിട്ട് പറയാം, വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന സുകുമാരൻ നായരും വിചാരിച്ച പഴയ പോലെ കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ ഇന്ന് കഴിയത്തില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഈ നേതാക്കളെടുത്ത ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ആ നേതൃത്വം എടുത്ത തീരുമാനങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒന്നാമത്തെ കാരണം ശബരിമല കേസുമായി ബന്ധപ്പെട്ടും സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ടും, അതേപോലെ പിണറായി വിജയൻ്റെ അടുത്ത ആൾക്കാരാണ് സുകുമാരൻ നായർ, അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള പേരുദോഷം, ഇതൊക്കെ ആ സമൂഹത്തിലെ ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട്. ആദ്യം ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, കേരളത്തിലുണ്ടായിരിക്കുന്ന തരംഗമെന്ന് പറയുന്നത് ആൻറ്റി പിണറായി തരംഗമാണ്. CPM തരംഗമല്ല, ആൻറ്റി പിണറായി തരംഗമാണ്. അപ്പോൾ ആ തരംഗത്തിനകത്ത്
ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും എന്ത് തലകുത്തി വീണാലും കാരണം അവർക്കറിയാം ഈ പറയുന്ന CPM അധികാരത്തിൽ വരത്തില്ല. അവരുദ്ദേശിക്കുന്നത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരിക. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഫൈനലി തീരുമാനിക്കും. കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ ലെജിസ്ലേറ്റീവ് പാർട്ടിയിലുള്ള എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സും അതേപോലെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഇവരോടൊക്കെയാണ് അവസാനം ചോദിക്കുന്നത്. അവരൊക്കെയാണ് തീരുമാനിക്കുക. അതിനകത്ത് പഴയതുപോലെ സ്വാധീനം ചെലുത്തിയിട്ട് ഇന്നയാൾക്ക് ഇന്ന നായർ കമ്മ്യൂണിറ്റി അവിടെ ഇന്നയാൾക്ക് സീറ്റ് കൊടുക്കണം, ഇന്നയാൾക്ക് സീറ്റ് കൊടുക്കണം. സുകുമാരൻ നായർ പറഞ്ഞാലും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും ഒരാൾക്ക് ഇപ്രാവശ്യം സീറ്റ് കൊടുക്കില്ല. 100% കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ? കാരണം ഇവർക്കെല്ലാം തന്നെ രമേശുമായിട്ടുള്ള കണക്ഷൻ്റെ പേരിലാണ് ഇവർ സീറ്റ് ചോദിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ട് ഇവർ ടെർമിനേറ്റ് ചെയ്യുക, നശിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും KC വേണുഗോപാലിൻ്റെ ആ കൂട്ടരുടെയും തീരുമാനം. മനസ്സിലാക്കുക, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കളും ഇന്ന് KC വേണുഗോപാലിൻ്റെ കൂടെയാണ്. അതിൻ്റെ സപ്പോർട്ട് ബേസ് എന്ന് പറയുന്ന ഘടകകക്ഷികളാണെങ്കിലും ഹൈക്കമാൻഡ് ആണെങ്കിലും വേണുവിനെ തന്നെ മുഖ്യമന്ത്രിയാക്കും 100%. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ രമേശ് ചെന്നിത്തല ചിലപ്പോൾ ഹരിപ്പാട് തോൽപ്പിച്ച് കളയുന്നത് ചെയ്യും. കാരണം അതോടുകൂടി അതങ്ങ് ഫിനിഷായി പോകും. ഇങ്ങനെയൊക്കെ ആയിരിക്കും കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷൻ സംഭവിക്കുക. അല്ലാതെ സമുദായ നേതാക്കളൊക്കെ വിചാരിക്കുന്ന രീതി ഒരു കുന്തവും നടക്കാൻ പോകുന്നില്ല. കാരണം അതിനപ്പുറത്തോട്ടാണ് കാര്യങ്ങളുടെ പോക്ക്.